ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ രണ്ടാം ഘട്ട പരീക്ഷയുടെ മാർക്ക്ഡ് ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ, പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. നാലാമത്തത്, വക്കം മൗലവി ആണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിന് ശരിയുത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ഉണ്ട്. 1, 2, 3, 4 ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചേരുംപടി ചേർക്കുക. മരുതം, തണ്ണീർത്തട കൃഷിയാണ് മരുതം എന്ന് പറയുന്നത്. പാലായി, കൊള്ളയടിക്കുന്നു. മുല്ലായി, മൃഗസംരക്ഷണം. നെയ്തൽ, ഉപ്പ് നിർമ്മാണം. ഇതിൽ ശരി ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഉത്തരം ഗാന്ധിജിയാണ്, ഗാന്ധി. നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് 1604 സാമൂതിരിയുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ വാണ്ടർ ഗോഹെന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥാ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ, ജമാഅത്ത് ഇ ഇസ്ലാമി. 2 RSS. 3 ആനന്ദ് മാർഗ്. 4 മാവോയിസ്റ്റ് CP. ഇതിൽ ശരി ഉത്തരം 1ഉം 2ഉമാണ്. ജമാഅത്ത് ഇ ഇസ്ലാമിയും RSSുമാണ് ഉത്തരം വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരെയാണ് തൂക്കിലേറ്റത്? ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് രാജ്ഗുരുവിനെയാണ്. രാജ്ഗുരുവാണ് 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം രാമചന്ദ്ര ഗുഹ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 1 ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റെയിൻ ഓഫ് ടവർ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2 ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. നാലാമത്തത് 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ 2ഉം 4ഉമാണ്. അപ്പോൾ നമുക്ക് ബി ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. only 2 and 4. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനായിട്ട് ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഉത്തരം വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പത്താമത്തെ ക്വസ്റ്റ്യൻ, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയുടെ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയുത്തരം വരുന്നത് ലൈബീരിയയാണ്. only 1 ആണ് ശരിയുത്തരം. ലൈബീരിയയാണ് ശരിയുത്തരം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീരസമതലങ്ങളുമാണ് ഉത്തരം വരുന്നത്. 12ാമത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. രണ്ടാമത്തത്, യുറലുകളും അപ്പാച്ചാലിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ആൻഡീസും ഹിമാലയവും ഉള്ള മടക്ക് മലയുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാം 1ഉം 2ഉം 3ഉം ശരിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തത്,
വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരീലിയൻ ആയിരുന്ന ദിവസം സംഭവിക്കുന്നു. 2. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ ഉള്ളത്. 3. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിനെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ഇതിൽ മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പാമ്പാടും ചോല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിൽ ആണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് PACE എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. PACE എന്നാൽ ഒന്നാമത്തെ ഓപ്ഷനായ പ്ലാന്റൺ എറോസൽ ക്ലൗഡ് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. 16ാമത്തെ ക്വസ്റ്റ്യൻ, GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഒന്നാമത്തത്, GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. 2. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. 3. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒൺലി 1 and 3. രണ്ടാമത്തെ ഓപ്ഷനായ ബി ഓപ്ഷനായ ഒൺലി 1 and 3 ആണ് തെറ്റ്. അതാണ് മാർക്ക് ചെയ്യേണ്ടത്. 17ാമത്തെ ക്വസ്റ്റ്യനായിട്ട്, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. രണ്ടാമത്തത്, RBI ഗവർണർമാരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻമാർ. അടുത്തതായിട്ട്, പൊതുവരുമാനത്തിൽ അഥവാ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ഓപ്ഷൻസായിട്ട് വരുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഒൺലി 1 and 3, 1 and 2 ആണ് വരുന്നത്. മൂന്നാമത്തത് MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് എ ഓപ്ഷൻ. 18ാമത്തെ ക്വസ്റ്റ്യനായിട്ട്, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എ ഓപ്ഷനായിട്ട്, വരുമാനത്തിൽ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. ബി ഓപ്ഷൻ, നികുതി നിരക്കിനും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിൻ്റെ നിലയ്ക്ക് വരുന്ന മാറ്റം. സി ഓപ്ഷൻ, പൊതുവരുമാനത്തിൻ്റെ അഥവാ റവന്യൂവിൻ്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾസ്. ഓപ്ഷൻ ഡി ഓപ്ഷനായിട്ട്, വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങളാണ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഓപ്ഷൻ ഡി ആണ്, വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ചിലവിലെ മാറ്റങ്ങൾ. ഡി ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട്, ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ റോ ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. രണ്ടാമത്തെ ഓപ്ഷനായിട്ട്, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫറബിൾ പേയബിൾ. മൂന്നാമത്തെ ഓപ്ഷനായിട്ട്, ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം ക്യാൻ ബി എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷനായിട്ടും തരംതിരിക്കാം. ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. 1, 2, 3 എല്ലാം ശരിയാണ്. എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യനായിട്ട്, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്
എത്ര ശതമാനം എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 5.9% ശരിയായിട്ടുള്ള ഉത്തരം. 21ാമത്തെ ക്വസ്റ്റ്യൻ. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ സി പൗരത്വമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായിട്ടുള്ള മൗലിക അവകാശം? ഉത്തരം എ ഓപ്ഷനാണ്, ആർട്ടിക്കിൾ 14. 23ാമത്തെ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്, 1971. 24ാമത്തെ ക്വസ്റ്റ്യനായിട്ട് താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത്? 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത് എ ഓപ്ഷൻ പോസ്റ്റുകളും ടെലിഗ്രാഫുമാണോ, പോലീസാണോ, പൊതുജനാരോഗ്യവും ശുചിത്വവുമാണോ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണോ? ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 25ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥി ആരാണ്? ഓപ്ഷൻ സി ആണ്, ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായ സുകാർണോ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്രാന്തി എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? ഓപ്ഷൻ ബി സേവനങ്ങളുടെയും ഇലക്ട്രോണിക് ഡെലിവറിയുമായിട്ടൊക്കെയാണ് ഈ ക്രാന്തി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യനായിട്ട് താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ശരിയായിട്ടുള്ള ഉത്തരം. 28ാമത്തത് ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? സി ഓപ്ഷൻ കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? എ ആയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ ഉപദേശക സ്ഥാപനങ്ങളാണ്. ബി ഓപ്ഷൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. സി ഓപ്ഷൻ കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഡി ഓപ്ഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഇതിൽ ശരിയല്ലാത്ത ഓപ്ഷനായിട്ട് ഡി ഓപ്ഷനാണ്. നീക്കം ചെയ്യാൻ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് തന്നെ നീക്കം ചെയ്യാമെന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ശരിയല്ലാത്തതായിട്ട് വരുന്നത്. എ, ബി, സി ഓപ്ഷൻസ് ശരിയാണ്. ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഡി ഓപ്ഷനാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത്? 2011. ബി ഓപ്ഷൻ 2011 ശരിയുത്തരം. ഇന്ത്യയുടെ രത്നം എന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഉത്തരം മണിപ്പൂരാണ് വരുന്നത്. ഡി ഓപ്ഷൻ മണിപ്പൂർ. 32ാമത്തെ ക്വസ്റ്റ്യൻ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യം ആയിരുന്നു? ഉത്തരം സി ഓപ്ഷനായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണ്. 33ാമത്തെ ക്വസ്റ്റ്യനായിട്ട് NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവയുടെയും ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഇതിൽ എ ഓപ്ഷൻ ശക്തിപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 34ാമത്തെ ക്വസ്റ്റ്യനായിട്ട് 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ബി ഓപ്ഷനായിട്ടുള്ള MT വാസുദേവൻ നായരാണ് ശരിയായിട്ടുള്ള ഉത്തരം. 35ാമത്തെ ചോദ്യം. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 36 പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള കൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ബി രാജസ്ഥാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൂമർ രാജസ്ഥാനിലാണ്. 37ാമത്തെ ചോദ്യം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്?
ഓപ്ഷൻ ഡി 1955 മെയ് 11 ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. 38ാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ശരിയുത്തരം. 39ാമത്തെ ചോദ്യം, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ സി മിലാനും കോർട്ടിന ഡി അംബസോയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി എഴുതിയവർക്ക് കറക്റ്റാണ്. അടുത്ത 40ാമത്തെ ചോദ്യമായിട്ട്, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. കൃതി പറഞ്ഞാൽ മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കാവുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളിൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത് സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത് എന്ന് പറഞ്ഞത് ഗീതാഞ്ജലിയിലാണ്. ഗീതാഞ്ജലിയിലെ വരികളാണ് ഇപ്പോൾ വായിച്ചത്. 41ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കറാണോ, മോണിറ്ററാണോ, പ്രിൻ്ററാണോ, സ്കാനറാണോ? സ്കാനറാണ് ശരിയുത്തരം. ഡി ഓപ്ഷൻ സ്കാനർ. അങ്ങോട്ടേക്ക് ഇൻപുട്ട് ചെയ്യുന്നത് സ്കാനറിലൂടെയാണ്, ബാക്കിയെല്ലാം ഔട്ട്പുട്ടാണ്. 42ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം താഴെ കൊടുത്ത ഓപ്ഷനിൽ നിന്ന് വരുന്നത് വേർഡ് പ്രോസസ്സറാണോ, വിൻഡോസ് ആണോ, ലിനക്സ് ആണോ, യുണിക്സ് ആണോ? ശരിയായിട്ടുള്ള ഉത്തരം വേർഡ് പ്രോസസ്സറാണ്. 43ാമത്തെ ചോദ്യം, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. വാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി വാൻ. 44ാമത്തെ ചോദ്യമായിട്ട്, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ബ്രൗസറാണ് ശരിയായിട്ടുള്ള ഉത്തരം. IT ആക്ട് നിലവിൽ വന്ന വർഷം എന്ന്? 2000 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. 45ാമത്തെ ചോദ്യം, ഉത്തരം ഡി ഓപ്ഷൻ 2000. 46ാമത്തെ ചോദ്യമായിട്ട്, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 500 സെക്കൻഡ്. 500 സെക്കൻഡ് അഥവാ 8.3 മിനിറ്റ് ആണ്. ഓപ്ഷൻ ബി 8.3 മിനിറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 47ാമത്തെ ചോദ്യം, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ LHCയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എൻ്റെ ജ്യോതിശാസ്ത്ര പഠനമാണോ? ബി ഓപ്ഷനായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണമാണോ? സി ഓപ്ഷൻ കണികാ ഭൗതിക ഗവേഷണമാണോ? ഡി ഓപ്ഷൻ ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേക്ഷണമാണോ? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കണികാ ഭൗതിക ഗവേഷണം. 48ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും നടക്കുന്ന ഊർജ ഉൽപ്പാദനം എന്ത് വഴിയാണ്? അണുസംയോജനം വഴിയാണ്. ഓപ്ഷൻ ഡി അണുസംയോജനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 49ാമത്തെ ചോദ്യമായിട്ട്, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി കോശശ്വസനം. കോശശ്വസനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 50ാമത്തെ ചോദ്യം, COP28 അഥവാ UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദുബായ് അഥവാ UAE-യിലാണ് COP28 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. അടുത്ത 51ാമത്തെ ചോദ്യം തൊട്ട് മാത്സ് ആണ് വരുന്നത്. ഇവിടെ ചെയ്ത് കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഉത്തരം മാത്രമാണ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 51ാമത്തെ ചോദ്യം, 7x+2 അത് മുകളിൽ കൊടുത്തേക്കുന്നത് =49 റൈസ് ടു 2x - 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്താണ്? ഇതിൽ ശരി ഉത്തരം ബി ആണ്, 8/3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 52ാമത്തെ ചോദ്യമായിട്ട്, രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി 8/15 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 53, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6ഉം ഉൽപ്പന്നം 480ഉം ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഡാഷ് ആണ്. ശരിയായിട്ടുള്ള ഉത്തരം സി ഓപ്ഷൻ 24. 54ാമത്തെ ചോദ്യം, തുടർച്ചയായ 4 ഒറ്റ സംഖ്യയുടെ
ആകെ തുക 976 ആണെങ്കിൽ 4ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഡാഷാണ്. ഓപ്ഷൻ ബി 241 ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ബി 241. 55ാമത്തെ ചോദ്യം. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കണമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി 16 ദിവസം. 56ാമത്തെ ചോദ്യം. അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. അത് കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്നത് 184. ഓപ്ഷൻ ബി 184 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 57ാമത്തെ ചോദ്യം. ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം d = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 20 ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി 20. 58ാമത്തെ ചോദ്യം. പി ക്യു എന്നത് കേന്ദ്രം O ഉള്ളൊരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ 6 ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എസിൽ പി ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ = 48 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ PQR എത്ര ഡിഗ്രി എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ബി 42 ഡിഗ്രിയാണ് വരുന്നത്. 59ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്നത് എഴുതിയിരിക്കുന്നത് CHRBHOKHMD എന്നാണ്. ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത്? ഓപ്ഷൻ സി DCTBZSHNM ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 60ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഓപ്ഷൻ ബി പേരക്കുട്ടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി പേരക്കുട്ടി. മാക്സും മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. നല്ല ചോദ്യങ്ങളാണ്. അടുത്ത 61ാമത്തെ മാത്സ് ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 മിനിറ്റിൽ ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി 155 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2:11. അത് കഴിഞ്ഞ് 3 എന്താണ് വരുന്നത്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി 31. 63ാമത്തെ ചോദ്യം. ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയാണെങ്കിൽ 2 ദിവസം മുൻപാണെങ്കിൽ വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുൻപാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏത് ദിവസമായിരിക്കും? അത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ സി ഞായറാണ് വരുന്നത്. ഓപ്ഷൻ സി ഞായർ. 64ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട്? ഓപ്ഷൻ ഡി 12 ത്രികോണമാണ് വരുന്നത്. ഓപ്ഷൻ ഡി 12. 65ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്നും എത്ര അകലെയാണ്? ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ അകലെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 66ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി 2 അറ്റത്ത് നിന്നും 17ാം സ്ഥാനത്താണ് 2 അറ്റത്ത് നിന്നും നോക്കുമ്പോൾ. അപ്പോൾ ക്ലാസ്സിൽ ആകെ എത്ര പെൺകുട്ടികളുണ്ട്? അപ്പോൾ ചെയ്തു വരുമ്പം കിട്ടുന്നത് 33 പെൺകുട്ടികൾ എന്നാണ്. ഓപ്ഷൻ ബി 33 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 66ാമത്തെ ചോദ്യം. കാട് മൃഗശാല, കടൽ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ അക്വേറിയം. 68 വരുന്നത്. ചോദ്യം വായിക്കാം. 5, 10, 26, 50. അത് കഴിഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു -170. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 122 ആണ്. ചെയ്തു വരുമ്പോൾ 122 കിട്ടും. 69ാമത്തെ ചോദ്യമായിട്ട് 237 എത്രയാണ് 23700? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 0.01 ആണ് 23700 ആയിട്ട് ഉത്തരം ലഭിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 69ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം. 70ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം
5418. ഓപ്ഷൻ സി 5418 ആണ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 71ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ് വരുന്നത്. വൺ മസ്റ്റ് ഡു, ഓപ്ഷൻ സി വൺസ് വർക്ക് എന്നാണ് പറയുന്നത്. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. 72ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. ACQUAINTANCE ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 73ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ. ദ മജസ്റ്റിക് മഹോഗണി ടേബിൾ. 4 ഓപ്ഷൻ. പി ഓപ്ഷനായിട്ട് പറയുന്നത് പി ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ്. ക്യൂ വിച്ച് ഹാസ് വൺ ലെഗ് മിസ്സിംഗ്. ആർ ഹൂ ഈസ് നൗ ഇംപ്രൊവൈസ്ഡ്. യെസ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രോഡ്. ഇതിൽ ശരിയായിട്ട് വരുന്ന സീക്വൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ QPRS ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്യൂ വിച്ച് ഹാസ് വൺ ലെഗ് മിസ്സിംഗ്. പി ബിലോങ്സ് ടു ആൻ ഓൾഡ് കിങ്. ആർ ഹൂ ഈസ് നൗ ഇംപ്രൊവൈസ്ഡ്. യെസ് ബട്ട് നോട്ട് വിത്തൗട്ട് സം പ്രൗഡ്. അതാണ് ശരിയായിട്ട് വരുന്നത്. ഡി ഓപ്ഷനാണ് 73ൻ്റെ ഉത്തരം. 74ാമത്തെ ചോദ്യം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ഓപ്ഷൻ സി അഫക്റ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. 75ാമത്തെ ചോദ്യം നോക്കുമ്പോൾ ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് വെനിട്രേറ്റ്. വെനിറേറ്റിൻ്റെ സിനോണിം എന്താണ് ചോദിക്കുമ്പോൾ ഉത്തരം വരുന്നത് റെസ്പെക്റ്റ്. എ ഓപ്ഷൻ റെസ്പെക്റ്റ് ആണ് ശരി ഉത്തരം. 76 ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ഇമാസിയേഷൻ്റെ ശരിയായിട്ടുള്ള ആൻറ്റോണിം എന്താണ്. ആൻറ്റോണിം എന്ന് വെച്ചാൽ വിപരീത പദം എന്താണ്. ഓപ്ഷൻ എ ഇൻവിഗറേഷൻ ആണ് ശരിയായിട്ടുള്ള ആൻറ്റോണിം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 77ാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. പിന്നെ ബാക്കിയുള്ളത് പറയാൻ പോകുന്നത് സ്കാം, ക്ലാരിറ്റി ആണോ. ബി ഓപ്ഷനായിട്ട് അബാറ്റ്മെൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ. ഡേഞ്ചറസ് അഡിക്വേറ്റ് ആണോ. മഡിൽഡ് അൺക്ലിയർ ആണോ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത് മഡിൽഡ് അൺക്ലിയർ. 78ാമത്തെ ചോദ്യം എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കാൾഡ് നിംബസ്. നിംബസ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. നിംബസ്. 79ാമത്തെ ചോദ്യം ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ഡി ഓപ്ഷൻ ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് ആണ്. 80ാമത്തെ ചോദ്യം ഐ ഡാഷ് ബ്രാക്കറ്റിൽ ഗോ ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഓപ്ഷൻ ബി ഐ ആം ഗോയിങ് എന്നാണ് വരുന്നത്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. 81ാമത്തെ ചോദ്യം ദ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ഇത് വരുന്നത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്ലിയർ ദാൻ എന്നാണ്. കോസ്റ്റ്ലിയർ ദാൻ. സി ഓപ്ഷൻ കോസ്റ്റ്ലിയർ ദാൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 82ാമത്തെ ചോദ്യം ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വെയർ പുട്ട് ബിഫോർ ഹർ. ബി ഓപ്ഷൻ വിത്ത് ആണ്. ഷീ എഗ്രി വിത്ത് വാട്ട് എവർ കണ്ടീഷൻസ് വെയർ പുട്ട് ബിഫോർ ഹർ. 83ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. അത് സെൻറ്റൻസ് പറയാൻ പോകുകയാണ്. ഡെസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ആൾവേസ് ഹാവ് ആൾ ദ ഡാഷ്. ഇത് വരുന്നത് ഡി ഓപ്ഷനായിട്ടുള്ള ഡോമിനൻറ്റും അഡ്വാൻറ്റേജസുമാണ്. ഡെസ്പൈറ്റ് ബീയിങ് ദ ഡോമിനൻറ്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ് ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ആൾവേസ് ഹാവ് ഓൾ ദ അഡ്വാൻറ്റേജസ്. അതാണ് ശരിയായിട്ട് വരുന്നത്. ഡി ഓപ്ഷനാണ്. 84ാമത്തെ ചോദ്യം വായിക്കാം. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ. അത് ശരിയായിട്ടുള്ളത് എ ഓപ്ഷനാണ്. ഈസ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ എന്നാണ് വരുന്നത്. 85ാമത്തെ ചോദ്യം നോ സൂണർ ഹാഡ് ഷി എൻറ്റേർഡ് ദ റൂം ആൻഡ് എവരിബഡി ഡാഷ് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. ശരിയായിട്ടുള്ളത് ഡി ഓപ്ഷനാണ്. ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട്. ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട് ആണ് 85ൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. 86ാമത്തെ ചോദ്യം വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്.
ശരിയായിട്ടുള്ളത് ഹാഡ് ഗിവൺ. ഷി ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. 87ാമത്തെ ചോദ്യം, ദ ഗസ്റ്റ് അഡ്മിറഡ് മൈ പെയിൻറ്റിങ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിങ്സ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ സീമഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ്. സി ഓപ്ഷൻ. 87ാമത്തത് സി ഓപ്ഷൻ, സീമഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 88ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇത് വരുന്നത് ഐ തിങ്ക് ഹിം എ സില്ലി ബോയ്. അതാണ് ശരിയായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ, ഐ തിങ്ക് ഹിം എ സില്ലി ബോയ് ആണ് ശരിയായിട്ട് വരുന്നത്. 89ാമത്തെ ചോദ്യം, ഓർമിത്തോളജി മീൻസ്. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓർമിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. 90ാമത്തെ ചോദ്യം, സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോയിങ്. എ ഓപ്ഷൻ നോട്ട് ഡെലീഷ്യസ്, ബി ഓപ്ഷൻ അൺപ്ലസൻറ്റ്, സി ടേസ്റ്റ്ലെസ്, ഡി യൂസ്ലെസ്. ബി ഓപ്ഷൻ അൺപ്ലസൻ്റ് ആണ് ഡിസ്റ്റേസ്റ്റ്ഫുള്ളിൻ്റെ ശരിയായിട്ടുള്ള ആൾട്ടർനേറ്റീവ് വേർഡ്. ബി ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. മലയാളമാണ് വരുന്നത്. 91 തൊട്ട് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആരോഗ്യ ശരീരം. ആരോഗ്യ ശരീരം. ആരോഗ്യ ശരീരമല്ല, ആരോഗ്യ ശരീരം അല്ല, ആരോഗ്യ ശരീരമല്ല, ആരോഗ്യ ശരീരം. ഓപ്ഷൻ ബി ആരോഗ്യ ശരീരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 91 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 92 പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ ഒന്നാമത്തതായിട്ട് പൊട്ടവൻ, 2 പോട്ടയവൻ. പോട്ടവനും പോട്ടയവനും ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയായിട്ടാണ് വരുന്നത് 92 ഉത്തരമായിട്ട്. 93 പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഓപ്ഷൻ ബി കാട്ടി പ്ലസ് ഏൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി. 94 തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ഭാരതീയർ എല്ലാവരും സ്നേഹാദരവ ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തെറ്റില്ലാത്ത വാക്യമായിട്ട് വരുന്നത് ഓപ്ഷൻ എ. 95 നോ ആക്ഷൻസ് സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാളം വിവർത്തനം എടുത്ത് എഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത നടപടി ഉചിതമായതായി തോന്നുന്നില്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 96ാമത്തെ ചോദ്യം, തേൻ എന്ന അർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മധുപമാണ്. മധുപമാണ് തേൻ എന്നർത്ഥം വരുന്ന പദം. 97ാമത്തെ ചോദ്യമായിട്ട് വരുന്ന കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് എഴുതുക എന്നാണ്. ഓപ്ഷൻ എ കക്ഷത്തിരിക്കുന്നത് വിഴുകുകയും അരുത്, ഉത്തരത്തിന് ഇരിക്കുന്നത് എടുക്കുകയും വേണം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 97 ഉത്തരം ഓപ്ഷൻ എ. 98 എതിർലിംഗം എഴുതുകയാണ്. ചെട്ടിച്ചി. ഓപ്ഷൻ ബി ചെട്ടയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചെട്ടയുടെ എതിർലിംഗമാണ് ചെട്ടിച്ചി. 99ാമത്തെ ചോദ്യം, മഞ്ഞപ്പട്ടൊടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ഓപ്ഷൻ ബി പീതാംബരനാണ് ശരിയായിട്ടുള്ള ഉത്തരം. പീതാംബരൻ. 100ാമത്തെ ചോദ്യം, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. 1 ഉറപ്പ്, 2 സ്ഥൈര്യം, 3 തിടുക്കം, 4 വേഗം. 4 സന്ദർഭത്തിലും നമ്മൾ ധൃതി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമുക്ക് എല്ലാം മാർക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഇന്ന് നടന്ന SI അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കണേ. അതോടൊപ്പം നിങ്ങളുടെ ഇന്ന് പരീക്ഷ എഴുതിയ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ ടോപ്പിക്സും വേറെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനും അതോടൊപ്പം റാങ്ക് ഫയൽ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ റാങ്ക് ഫയൽ എക്സ്പ്ലെയിനർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.